അവരെ കൊണ്ടുവന്ന് മാക്സിമം കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ആ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഭാവിയിൽ നമ്മളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താവുമെന്ന് ചിന്തിക്കുന്ന ഓട്ടിസമുള്ള കുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നമ്മളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആകും. കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്ന് ഞാൻ പറയുള്ളൂ. അവരെ കൊണ്ടുവന്ന് മാക്സിമം കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ആ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റണം. കാരണം ഇതുവരെ പലരും ഈ ചെറിയ ചെറിയ വർക്കുകളെ കൊണ്ട് ഇവർ ഏൽപ്പിക്കാറുള്ളൂ, പേപ്പർ കവർ അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് പ്രൊഡക്റ്റുകൾ കൂടുതൽ ബേക്കറി പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ജാംസ് അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എന്നാലേ അവർക്കുള്ള ഇൻകം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ 6 കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ആ മന്ത്ലി പൈസ കിട്ടുമ്പോൾ അവരിൽ കാണുന്ന ഒരു സന്തോഷം അവരധ്വാനിച്ചുണ്ടാക്കിയ അതെ അത് അവരിലുണ്ടാക്കുന്ന സോഷ്യലി അവരിലുണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റും. കാരണം അവർ സമൂഹത്തോട് ഇടപെടാൻ കൂടുതലായിട്ട് പഠിക്കുകയാണ്. ഈ 6 കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ അതുപോലെ ഈ 6 അമ്മമാർ അവരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് ഇവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞു കൂടേണ്ടവരല്ല അവരും ഈ സമൂഹത്തിൽ പ്രയോജനകരമായ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട